ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹദായകമായ മെയ് മാസത്തിലാണ്. വെറും ഒരു മാസമല്ല ഇത്. സ്വർഗത്തിൻ്റെ വാതിലുകൾ ഭൂമിയിലേക്ക് തുറക്കപ്പെടുന്ന കൃപയുടെ സമയമാണിത്. നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടം മാത്രമല്ല. സഭ അതിനെ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പൂക്കളൊന്നുമില്ലാത്ത നിങ്ങളുടെ വീടിൻ്റെ ഇടനാഴികകളിൽ റോസാപ്പൂക്കളുടെയോ ലില്ലിപ്പൂക്കളുടെയോ വല്ലാത്തൊരു സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനകളിലോ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വിവരിക്കാനാവാത്ത വലിയൊരു ശാന്തതയും സമാധാനവും കടന്നു വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇതൊന്നും വെറും യാദൃച്ഛികതയല്ല. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ കന്യകാമറിയം വലിയൊരു മാതാവിൻ്റെ സ്നേഹത്തോടെ നിങ്ങളുടെ ഭവനത്തെ അദൃശ്യയായി സന്ദർശിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ 3 സ്വർഗീയ അടയാളങ്ങളാണിവ. നിങ്ങളുടെ കുടുംബത്തിലെ കാലങ്ങളായി തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ പെട്ടെന്ന് സൗഖ്യപ്പെടുന്നതും വീടിൻ്റെ അന്തരീക്ഷം മാറുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഭവനത്തിലെ ആ സ്വർഗീയ സാന്നിധ്യത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വലിയ സ്വർഗീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ അദൃശ്യമായ സാന്നിധ്യവും വലിയ സംരക്ഷണവും തൻ്റെ ഭവനത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്നെഴുതുക: കർത്താവെ, ഈ മെയ് മാസത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ഈ ഒറ്റ പ്രാർത്ഥന കർത്താവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്ന വലിയൊരു സ്വർഗീയ വാതിലായി മാറട്ടെ. ഒന്നാമതായി, ദൈവം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന ആദ്യത്തെ സ്വർഗീയ അടയാളം എന്താണെന്ന് നോക്കാം. സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴുമുണ്ട്. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ അതിമനോഹരമായ സുഗന്ധവും ഒപ്പം തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. സഹോദരങ്ങളെ, സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം പലപ്പോഴും വെളിപ്പെടുന്നത് പൂക്കളുടെ സുഗന്ധത്തിലൂടെയാണ്. നിങ്ങളുടെ ഭവനത്തിൽ പൂക്കളോ സുഗന്ധദ്രവ്യങ്ങളോ അഗർബത്തികളോ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് മുറികൾക്കുള്ളിൽ ലില്ലിപ്പൂക്കളുടെയോ റോസാപ്പൂക്കളുടെയോ വല്ലാത്തൊരു സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ മെയ് മാസം പ്രകൃതി മുഴുവൻ പൂത്തു നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്വർഗീയ കൃപകളും ഈ മാസത്തിൽ നിങ്ങളുടെ വീടിന് ചുറ്റും പൂത്തു നിൽക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ സുഗന്ധം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തരാകുക. ആ സാന്നിധ്യത്തെ വലിയ ആദരവോടുകൂടി തിരിച്ചറിയുക. സാന്നിധ്യം നിങ്ങളുടെ വീടിൻ്റെ ഇടനാഴികൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. ആ നിമിഷം ഹൃദയത്തിൽ സ്നേഹത്തോടെ പറയുക: എൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം. രണ്ടാമതായി, നമ്മൾ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ വ്യക്തമായ മറ്റൊരു അടയാളം നോക്കാം. ബൈബിളാണ് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ ലോകത്തിൻ്റെ ബഹളത്തിൽ നിന്ന് മാറി വന്ന് ശാന്തമായിരുന്ന ആയുധമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട തീർക്കും. ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിൽ എപ്പോഴും ബഹളമാണ്. വാഹനങ്ങളുടെ ശബ്ദം, ടെലിവിഷനുകളുടെ ശബ്ദം, ഫോണുകളുടെ ശബ്ദം, മനസ്സിലെ ഉത്കണ്ഠകൾ. എന്നാൽ ഈ മെയ് മാസത്തിൽ വൈകുന്നേരം നിങ്ങളുടെ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു നിശബ്ദതയും ഭാരമുള്ള ഒരു സമാധാനവും നിങ്ങളുടെ വീടിനുള്ളിൽ നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റുപാടുമുള്ള ലോകം നിശ്ചലമാകുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ശാന്തമാകുന്ന ആ നിമിഷം, സഹോദരങ്ങളെ, അതൊരു സാധാരണ നിശബ്ദതയല്ല. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ അതിഥി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ആ മുറിയിൽ ഇരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണിത്. ആ നിശബ്ദതയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആ ശാന്തതയിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് ഉത്തരം നൽകും. മൂന്നാമതായി, ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിന് വരുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് നോക്കാം. സഹോദരങ്ങളെ, സങ്കടങ്ങൾ നിറയെ മനസ്സിലുള്ളവരോട് ദൈവം എന്ന് പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, എപ്പോഴും ഉത്കണ്ഠപ്പെടരുത്.
ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത വഴക്കുകളുണ്ടോ? സ്വത്തിൻ്റെ പേരിലോ മറ്റ് നിസ്സാര കാര്യങ്ങളുടെ പേരിലോ പരസ്പരം സംസാരിക്കാത്ത സഹോദരങ്ങളുണ്ടോ? ബന്ധുക്കളുണ്ടോ? എന്നാൽ ഈ മെയ് മാസത്തിൽ യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് അവരുടെ ഹൃദയം അലിയുന്നതും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നതും ആ വലിയ വഴക്കുകൾ ശാന്തമാകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് മനുഷ്യരുടെ കഴിവ് കൊണ്ടല്ല സഹോദരങ്ങളെ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ബന്ധങ്ങളിൽ വീണ് കിടക്കുന്ന ആ കുരുക്കുകളെ അഴിക്കുകയാണ്. ഭാവത്തോടെ പ്രതിരോധിച്ചു നിന്ന മനസ്സുകളെ മാറ്റി അവിടെ വിനയവും ശാന്തതയും കൊണ്ടുവരുന്നു. ഇത് സ്വർഗത്തിൽ നിന്നുള്ള വലിയൊരു അത്ഭുതമാണ്. മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. നാലാമതായി, ഈ സ്വർഗീയ സാന്നിധ്യത്തെ നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? പിശാച് ചങ്ങലക്കിട്ട ഒരു പേപ്പട്ടിയെ പോലെയാണ്. നിങ്ങൾ അതിൻ്റെ പരിധിയിലേക്ക് പോകാതിരുന്നാൽ അത് നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങളുടെ ഭവനത്തെ എപ്പോഴും പരിശുദ്ധമായി സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗീയ കൃപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മെയ് മാസം നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറയുക. ആ പ്രാർത്ഥനായിടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ കേന്ദ്രമായി മാറട്ടെ. അതുപോലെ നിങ്ങളുടെ വീടിനുള്ളിലുള്ള ആത്മീയ മാലിന്യങ്ങളെ ഒഴിവാക്കുക. പിശാചിന് കടന്നു വരാനുള്ള വാതിലുകൾ തുറന്നിടരുത്. എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ, അനാവശ്യമായ ലൗകിക ബഹളങ്ങൾ, ഫോണിലൂടെ വരുന്ന അശുദ്ധികൾ എന്നിവ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറ്റുക. വീട് എപ്പോഴും ശാന്തവും പ്രാർത്ഥന നിർഭരവുമായി സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഈ അടയാളങ്ങൾ വെറുതെ കണ്ട് മറക്കാനുള്ളതല്ല. ഈ മെയ് മാസം കഴിയുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ജീവിതശൈലിയായി മാറണം. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ അത്ഭുതങ്ങളെയും സമാധാനത്തെയും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങളുടെ തലമുറകൾക്കുള്ള വിശ്വാസത്തിൻ്റെ പൈതൃകമായി മാറട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും നിറയുന്ന ഒരു ഭവനമായി നിങ്ങളുടെ വീടും മാറട്ടെ. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഭവനങ്ങളെയും ദൈവം കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.